കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെതിരെ നടന്ന KSU പ്രതിഷേധം ഗോവിന്ദ മാഷ് വിശേഷിപ്പിച്ചത് ഗൊറില്ല യുദ്ധമുറ എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാല് അവിടെ മറഞ്ഞു നിന്നിട്ട് ഗറില്ല ആക്രമണം പോലെയാണ് നടത്തിയത്. സത്യം പറഞ്ഞാല് 2 ബാച്ചായിട്ട് അതില് മറ്റേ കോഴിക്കോടുകാരൻ ഉൾപ്പെടെ ഉണ്ടായത്. അതുകൊണ്ട് റിമാൻഡ് പോലെ മനസ്സിലായത് കോഴിക്കോടുകാരുണ്ട്. അപ്പൊ അതിന് പറ്റുന്ന ചില ടീമിനെയാണ് ഇറക്കിയത്. ഗറില്ല യുദ്ധം പോലെ കൈകാര്യം ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. കേട്ടില്ലേ? ആ പ്രതിഷേധത്തെ ഗൊറില്ല യുദ്ധമുറ എന്നുള്ള രീതിയിലാണ് ഗോവിന്ദ മാഷ് വിശേഷിപ്പിച്ചത്. എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാണ്, ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം, അതായത് CPM-ന്റെ കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നൊരു സ്ഥാനം ഗോവിന്ദ മാഷ് ആ സ്ഥാനം ഏറ്റതിന് ശേഷമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്, അതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണോ ഗോവിന്ദ മാസ്റ്ററിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചത്? മുൻപ് ആരൊക്കെ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ആരൊക്കെ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്, അന്ന് കേരളത്തിൽ CPM എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളതും, ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ എത്ര വില തന്നു എന്നുള്ളതും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഗോവിന്ദ മാഷ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തെ ഇത്ര ബഹുമാനമില്ലാത്ത പരുവത്തിലാക്കിയത് ഈ ഗോവിന്ദ മാസ്റ്റർ ഒറ്റ ഒരുത്തൻ കാരണം. പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോവിന്ദ മാസ്റ്റർ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിശയിച്ചു പോയിട്ടുണ്ട്, ഇത്ര അറിവുള്ള മനുഷ്യനാണോ എന്നൊക്കെ ചിന്തിച്ച്. പക്ഷെ ഇപ്പം ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനം കേട്ട സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. എനിക്ക് മാത്രമാണോ അങ്ങനെ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഗോവിന്ദ മാഷ് ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് താങ്കൾ ഇരിക്കുന്ന സ്ഥാനം എന്താണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ പക്വത കാണിക്കുക. കേരളത്തില് CPM-ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇത്രയും ഒരു എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയെ ചരിത്രത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിൽ CPM ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് ഇതുവരെ ഇതുപോലൊരു പാർട്ടി സെക്രട്ടറി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൂടെ നിൽക്കുന്നവർ പറയാത്തതാണ് ഗോവിന്ദ മാഷെ, കളിയാക്കി ചിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ കളിയാക്കി ചിരിക്കുവാണ്. അത് സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഒന്ന് പക്വതയോടെ കൂടെ പെരുമാറുക.